മാസ്റ്റർ, ഇവിടെ BRM ഷിഫിർ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ജനകീയ പ്രതിരോധ സദസ്സ് അതെങ്ങനെയാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനമായി രൂപാന്തരപ്പെട്ടത്? ഈ മനുഷ്യച്ചങ്ങലയിൽ എന്തുകൊണ്ട് മന്ത്രിമാർ ഭാഗമായില്ല? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് ഈ നരേന്ദ്രമോദിയെ വണങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി നിന്നത്. പിന്നീട് തൃശ്ശൂരിലെ സീറ്റ് സംബന്ധിച്ച കാര്യങ്ങളിലും ചില ധാരണകൾ ആയിരിക്കുന്നു. ഗവർണർക്കെതിരെ പരസ്യമായി പോരാട്ടം, പക്ഷേ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഒക്കെ കാര്യം വരുമ്പോൾ അനുനയത്തിൻ്റെ വഴി. ഇതൊക്കെ തന്നെ ഒത്തുതീർപ്പാണ്, മറ്റൊന്നുമല്ല. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ രണ്ടാളുകൾ അരമണിക്കൂർ സമയം CPM-നെതിരാണ് അധിക്ഷേപങ്ങൾ ഉന്നയിച്ചതെന്നുള്ളതുകൊണ്ട് അതിന് മറുപടി പറയാനുള്ള സമയം നിങ്ങൾ എനിക്ക് തരുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 2016-ൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്ഥായിയായി കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപമാണിത് എന്നുള്ളത് ഞാൻ ശ്രദ്ധപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഓരോ സന്ദർഭത്തിലും പുതിയ ഇപ്പോൾ മകളുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യം വന്നിട്ട് 6 മാസമല്ലേ ആയിട്ടുള്ളൂ. എല്ലാ കാലത്തും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും ശക്തമായി BJP-ക്കെതിരെ നിൽക്കുന്ന പാർട്ടി ഏത് എന്നുള്ള ചോദ്യത്തിന് ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുന്ന ഏതൊരാൾക്കും പറയാൻ വേണ്ടി കഴിയും, അത് CPM ആണ്. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ കുറേ ഗവൺമെൻറ്റുകൾ ഇന്ത്യ രാജ്യത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ ചെന്നിട്ട് അവിടുത്തെ മന്ത്രിമാരും MLA-മാരും എല്ലാം കേന്ദ്രത്തിനെതിരായി സമരം നടത്തിയ ഒരു ചരിത്രം ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയിൽ പ്രതിപക്ഷത്ത് നടത്തിയ ഏറ്റവും വലിയ സമരമാണല്ലോ ഫെബ്രുവരി 8-ന് സമരം. ഞങ്ങൾ നടന്ന പാർലമെൻറ്റ് മാർച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, ഡൽഹി സമരത്തിൽ നിങ്ങൾക്ക് പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യാൻ ആരാ അനുവാദം കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു സമരത്തിന് അനുവാദം കൊടുക്കുന്നുണ്ടോ? അവിടെ ജന്തർ മന്ദിറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തടയും. പാർലമെൻറ്റ് മാർച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു, ജന്തർ മന്ദിറിൽ തടയും. പാർലമെൻറ്റ് മാർച്ചാണത്, എന്നിട്ട് അത് ഒത്തുതീർപ്പാണ് എന്ന് പറയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങളിൽ പിണറായിയെ ദ്രോഹിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് BJP ദ്രോഹിച്ച ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയട്ടെ. എന്തെല്ലാം ഒരു മുഖ്യമന്ത്രി സ്വർണം കടത്തുന്നു, അത് വലിയ ചെമ്പിനാണ് സ്വർണം കടത്തുന്നത്. അദ്ദേഹം ഈ പറയുന്ന നയതന്ത്ര ബാഗേജിലെ സ്വർണം കടത്തുന്ന കേസ് പ്രതിയാണ് എന്നെല്ലാം പറഞ്ഞത് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ വേറെ ഏത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്? അതിനെല്ലാം ഇപ്പോൾ FIR-ഉം അതുപോലെ തന്നെ ചാർജ് ഷീറ്റൊക്കെ കൊടുത്തല്ലോ. അതിലെവിടെയെങ്കിലും ഒരു വാക്ക് CPM-നെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കായോ? കേന്ദ്ര ഗവൺമെൻറ്റിന് 2-2.5 കൊല്ലക്കാലം അതിന് പിന്നാലെ നിങ്ങൾ പോയല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചല്ലോ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്. ഇങ്ങനെ ഒരു ഗവർണറെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? അത് ചോദിക്കണ്ടേ? അതല്ലേ ചോദിക്കണം, അത് വേറെ എന്താ ചോദിക്കുന്നത്? പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ ഹരിദാസ് KVS പറഞ്ഞു. KVS-നെ ഈ കാര്യങ്ങൾ മനസ്സിലാകാത്ത അവസ്ഥ വന്നതെന്ന് എനിക്കറിയില്ല. CPM-ആണോ നയപ്രഖ്യാപന പ്രസംഗം സംഘടിപ്പിക്കുന്നത്? CPM-നെയും അതുപോലെ ഒരു ക്യാബിനറ്റിനെയും തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത അവസ്ഥയിലേക്ക് KVS എത്തിയോ? അതെനിക്കറിയില്ല. ഇവിടെ പറഞ്ഞു ഗവർണർക്ക് ഇഷ്ടപ്പെടാത്ത പ്രസംഗം. ഞാൻ ചോദിക്കട്ടെ, ഗവർണർക്ക് ഇഷ്ടമുള്ളതാണോ പ്രസംഗമെന്ന് നോക്കാൻ അധികാരമുണ്ടോ? നമുക്കൊരു ഭരണഘടന ഉണ്ടല്ലോ. ഭരണഘടന എന്താ പറയുന്നത്? ക്യാബിനറ്റ് അംഗീകരിച്ചു കൊടുക്കുന്ന പ്രസംഗം എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ മുൻകൂട്ടി അയച്ചു കൊടുക്കുന്നുണ്ട്, നിർദ്ദേശിക്കാം. എന്നാൽ വീണ്ടും അതേ പ്രസംഗം തന്നെ കൊടുത്താൽ അത് വായിക്കാൻ ഭരണഘടനാപരമായിട്ട് ഗവർണർ ബാധ്യസ്ഥനാണ്. പ്രകാശ് മാസ്റ്റർ, ഒരൊറ്റ മിനിറ്റ്, താങ്കൾക്ക് സംസാരിക്കാൻ ഞാൻ സമയം തരും. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് ഗവർണർക്ക് ഗവൺമെന്റിനോടുള്ള സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന്. ശരി മാഷ് പറയും. അദ്ദേഹം കേന്ദ്രത്തിന്റെ ഒരു ചട്ടുകല്ലേന്ന് നിലപാട് മാറ്റം വരേണ്ടത്. നരേന്ദ്രമോദി ഗവൺമെന്റ് എങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. BJP, RSS, അതുപോലെ തന്നെ സംഘപരിവാർ എന്നെല്ലാം പറയുന്ന പോലെ ED, അതുപോലെ അതെല്ലാം ഗവർണറെല്ലാം ഉള്ളതല്ലാതെ മറ്റവർക്ക് ഈ കാര്യങ്ങളോട് എന്ത് ജനാധിപത്യ ബോധമുള്ളത്? അല്ല പ്രകാശ് മാസ്റ്റർ, ഞാൻ ചോദിക്കുന്നതല്ല. ഗവർണർക്ക് ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള സമീപനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പ്രകടമാക്കുന്നതായിരുന്നു ഇന്ന് സഭയ്ക്കകത്തുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ പെരുമാറ്റവും അദ്ദേഹം ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച രീതിയും. അതിൽ തർക്കമില്ലല്ലോ. പിന്നെ എന്തിനാണ് സർക്കാരിന് ഗവർണറോടുള്ള സമീപനത്തിൽ ഒരു നയമാറ്റം? അതിൻ്റെ കാരണം എന്താണ്? ഇപ്പോൾ ഒരു തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നതല്ല. തെരുവിൽ നിങ്ങൾ നേരിടുന്നു, തെരുവിൽ മുദ്രാവാക്യം വിളിച്ചിരുന്നു, മന്ത്രിമാർ പ്രതികരിച്ചിരുന്നു ശക്തമായ ഭാഷയിൽ. ഇപ്പോഴതൊന്നുമില്ല, എല്ലാം ഓക്കെയായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം?
അതെ, നിങ്ങൾക്ക് ഗവർണറോടുള്ള CPM-ൻ്റെയും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയും നിലപാട് മാറ്റിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യമായിരിക്കാം. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഗവർണറുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു വൃത്തികേടും നാളെയും ഞങ്ങൾ സഹിക്കുന്ന പ്രശ്നമില്ല. അതിനെല്ലാം ഇതിനായിട്ട് ശക്തമായ നിലയ്ക്ക് ഞങ്ങൾ പോരാടും. അല്ല പ്രകാശ് മാസ്റ്റർ, ഞാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുകയില്ല. ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്ന് താങ്കൾ വിശദീകരിക്കാൻ വേണ്ടിയാണ്. എനിക്കിതിൽ എന്ത് സ്ഥാപിക്കാനാണ്? ഞാൻ CPM-ന് നിലപാടാണ് പറഞ്ഞത്. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ വേദി ഗവർണറോട് ഏറ്റുമുട്ടേണ്ട ഒന്നാണ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. എന്നാൽ നാളെയും ഗവർണറുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വൃത്തികേടുണ്ടായാൽ അതിനെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. എല്ലാ നിലക്കും അതിനെതിരെ പോരാടും. അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങളെ സംബന്ധിച്ചുണ്ടാവില്ല. അതായത് ഇപ്പോൾ SFI-യും DYFI-യും ഒക്കെ ഗവർണറെ തെരുവിലിറങ്ങുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നത് അടക്കമുള്ള പ്രതിഷേധ പരിപാടികളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല, അങ്ങനെയല്ലേ താങ്കൾ പറഞ്ഞത്? എന്താ സംശയം? ഗവർണർ വൃത്തികേട് കാണിക്കേണ്ട ഒരു പോസ്റ്റല്ല. ഗവർണർ ഒരു ഭരണഘടനാ പദവിയാണ്. അദ്ദേഹത്തിന് അധികാരത്തിന് പരിമിതികളുണ്ട്. അദ്ദേഹം ഭരണഘടനാ ബാധ്യത നിർവഹിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം അത് ലംഘിച്ചാൽ ഇനിയും സമരം ഉണ്ടാവുന്നുള്ളതിന് എന്താ തർക്കമുള്ളത്? അദ്ദേഹം വൃത്തികേടുകൾ കാണിച്ചാൽ അതൊന്നും അംഗീകരിക്കുന്നതിന്റെ ഭാഗമല്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹത്തിനെതിരെ പറയാതിരുന്നത്. ഞങ്ങൾക്ക് ഇതിനൊന്നും ഭയപ്പെടേണ്ട യാതൊരു കാര്യമില്ലെന്ന്. ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ പാർട്ടിയല്ലേ CPIM. ഞങ്ങൾ അതിനു വേണ്ടി പോരാടും. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവേണ്ട. പക്ഷേ LDF-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇനി ഈ നയപ്രഖ്യാപന പ്രസംഗം ഇങ്ങനെ വെട്ടിച്ചുരുക്കിയതിന്റെ പേരിൽ ഗവർണറെ ആക്രമിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഉണ്ടായി എന്ന് പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അതിന് താങ്കൾ ഒരു മറുപടി പറഞ്ഞില്ല. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞാൽ മതി. അല്ല, പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിങ്ങൾ ഉണ്ടായത് ഞാനുണ്ടായിട്ടില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിങ്ങൾ ഉണ്ടായത് ഞാൻ അറിയില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഞാനും ഉണ്ടായിട്ടില്ല. വെറുതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരുടെ വായിൽ കുത്തിത്തിരിക്കണ്ട, നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ചോദിക്കട്ടെ, 8 വർഷമായിട്ട് ഈ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അന്യായം, BJP കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മ, വൃത്തികേടുകൾ, ഇതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഈ കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടോ? ഇത് പറയുന്ന ഞങ്ങളെ വിമർശിക്കാൻ സുധാകരൻ ഒരക്ഷരം പറഞ്ഞോ? വേണമെങ്കിൽ ഞാൻ BJP പോകും, അതല്ലേ പറഞ്ഞാൽ. ഇവിടെ VD സതീശൻ അതേ പറഞ്ഞെന്താ? അദ്ദേഹം ഗോൾവാൾക്കറെ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ ചെന്നു. അല്ല, BJPക്കെതിരെ വല്ല വാക്കും പറയുന്നുണ്ടോ? എന്നിട്ട് സ്ഥാപിക്കുക ഞങ്ങളും BJP-യും എന്തോ ബാന്ധവത്തിലാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് BJP അതിനെ തകർക്കലാണ് മുഖ്യ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാ ഞങ്ങളുടെ പാർട്ടി. അല്ല മാഷി, ഈ ജനകീയ പ്രതിരോധ സദസ് എങ്ങനെയാണ് ഭരണഘടനാ സംരക്ഷണ സമ്മേളനമായതെന്ന ഭാഗം താങ്കൾ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർലമെന്റ് മാർച്ചും അതിനെ തടയുമ്പോൾ ധർണയുമാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. മാത്രമല്ല, അന്ന് കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇത്രയേറെ ആളുകൾ പങ്കെടുത്ത് കേന്ദ്രവിരുദ്ധ സമരം നടത്തിയിട്ടുള്ള മനുഷ്യച്ചങ്ങല പോലെ ഒരു സംഭവം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഈ കോൺഗ്രസ്സുകാർ എപ്പോഴെങ്കിലും അങ്ങനെ നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ഈ പറയുന്ന ഫെബ്രുവരി 8-നും കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും എല്ലാ പഞ്ചായത്തുകളിലും. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് സമീപനങ്ങളെ വിമർശിക്കാൻ, ഈ ഗവൺമെന്റ് കാണിക്കുന്ന അന്യായങ്ങളെ തുറന്നെതിർക്കാൻ, അതൊന്നും ചെയ്യാൻ, അതിന് 100 ചെയ്യാൻ. അല്ല, ഞാൻ ഒറ്റ കാര്യം പ്രകാശ് മാസ്റ്റർ, അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുൻപ്, നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ താങ്കൾ കണ്ടതാണല്ലോ. ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവതരിപ്പിച്ച രീതി, അദ്ദേഹത്തിന്റെ ഭരണഘടനാ ഉത്തരവാദിത്വം സമ്പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കപ്പെടുന്ന രീതിയായിരുന്നു എന്ന അഭിപ്രായമാണോ പാർട്ടിക്കുള്ളത്? അല്ല, അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ഭാഗം മാറ്റിയാലേ ഞാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തൂ എന്ന് പറഞ്ഞ അതേ ആളല്ലേ ആരിഫ് ഖാൻ. അദ്ദേഹം വന്നിട്ട് ആ ഭാഗമുള്ള നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് അവതരിപ്പിക്കാതിരിക്കാനാവില്ല. പിന്നെ ഞാൻ പറയട്ടെ, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ അദ്ദേഹം ഭരണഘടനാ ഉത്തരവാദിത്വം കൃത്യമായി ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഇന്ന് നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ഈ നയപ്രഖ്യാപന പ്രസംഗം 72 സെക്കൻഡുള്ള പ്രസംഗത്തിലൂടെ എന്ന അഭിപ്രായമാണോ താങ്കൾക്കുള്ളത്? അല്ല, അദ്ദേഹത്തിന്റെ മുഴുവൻ വായിക്കാത്ത കാര്യം ഭരണഘടനാ വിരുദ്ധമല്ല. അത് തീർച്ചയായിട്ടും ഭരണഘടനാപരമായിട്ടും അദ്ദേഹത്തിന് അധികാരമുള്ള കാര്യമാണ്. എന്നാൽ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതിരിക്കുക, അദ്ദേഹത്തെ കണ്ടാൽ മുഖം തിരിക്കുക, അത്തരം കാര്യങ്ങളെല്ലാം ബാലിശെന്നല്ലാതെ എന്താ പറയുക? കേരളത്തിലെ ഗവർണർ വീണ്ടും ഞാൻ ചോദിക്കുന്നത്, ഗവർണർ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം സമ്പൂർണ്ണമായി നിർവഹിച്ചു ഇന്ന് സഭയ്ക്കകത്ത് എന്ന അഭിപ്രായം താങ്കളുടെ പാർട്ടിക്കുണ്ടോ? അല്ല, അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള
അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ലംഘിച്ചുകൊണ്ട് സ്ഥാനത്ത് തുടരുന്ന ഗവർണറാണല്ലോ എല്ലാ കാര്യത്തിലും. ഏത് കാര്യത്തിലും അദ്ദേഹം പറഞ്ഞ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിനെതിരെ ഞങ്ങൾക്ക് സുപ്രീം കോടതി പോകേണ്ടി വരുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് ഔപചാരിക ഭരണത്തലവനെതിരായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സുപ്രീം കോടതി പോകേണ്ടി വരുന്നു. ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ ഈ വൃത്തികേടുകൾ കേരളത്തിലെ ജനങ്ങൾ സഹിക്കാൻ കഴിയുമോ? ശരി, ഞാൻ വരാം.